ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്? ഒരുപാട് നമ്മൾ പറഞ്ഞല്ലോ, കുറച്ചുകൂടി പറഞ്ഞാൽ ഈ കിതാബ് അങ്ങ് തീരും. അന്നഹും ലാ യത്തഖിദൂന മിനൽ ഇഖ്വാനി, സഹോദരന്മാരും കൂട്ടുകാരും അവരാക്കൂല. ഇല്ലാമൻ അലിമു മിൻ നുഫൂസിഹിമുൽ വഫാ ബിഹഖിഹി, ആരെങ്കിലും സഹോദരന്മാരാക്കി വെച്ചാൽ ആ സഹോദരന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ പൂർത്തിയാക്കി വീട്ടുമെന്നൊരു ഉറപ്പ് അവരുടെ മനസ്സിൽ വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അവർ കൂട്ടുകാരെ സ്വീകരിക്കുള്ളൂ. നേരെ മറിച്ച് ആളെ കൂട്ടുകാരായി സ്വീകരിച്ചതിന്റെ ഫലമായി ആക്കി കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ? അപ്പോൾ ആ ഒരു അപകടം വലിച്ചു വരാതിരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ കൂട്ടുകാരനാക്കുകയാണെങ്കിൽ, അതവർ ഉദാഹരണം പറഞ്ഞാൽ സെയ്ദ് അമ്രിനെ സെയ്ദ് എന്താക്കുകയാണ്? കൂട്ടുകാരനാക്കുകയാണ്. അപ്പൊ സെയ്ദ് അറിയണം അമ്രിന്റെ എല്ലാ കടമകളും ഞാൻ നിറവേറ്റാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് സെയ്ദ് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ അമ്രിനെ കൂട്ടുകാരാക്കുള്ളൂ. ഉദാഹരണം എന്നതുപോലെ. കാരണം എന്താ? ഇന്ന അഖാക്ക ഇദാലം തൂഫി ബി ഹഖിഹി, നീ എങ്ങാനും അവന്റെ സഹോദരന്റെ കടമ നീ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ലെങ്കിൽ, കാന ഫാരിയൽ ഖൽബി മിൻക, നിന്നെ തൊട്ട് ആ സഹോദരന്റെ ഹൃദയം ഒഴിഞ്ഞുപോയി. നിന്നിലേക്കുള്ള ശ്രദ്ധ ഉണ്ടാവില്ല, നിന്നെ പറ്റി ഒരു സ്നേഹം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ കടമ നീ നിറവേറ്റിയില്ലല്ലോ. അപ്പൊ നിന്നിലേക്കുള്ള ശ്രദ്ധ കൂട്ടുകാരുണ്ടാവൂല. അങ്ങനെയാണ്. ഇനി നോക്കൂ, വഖദ് കാന മുഗീറത്ത് ബിൻ ശുഐബ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, അഅ്തു ഔലാദക്കും മാ സഅലു ബിൽ മഅറൂഫീന, നിങ്ങളെ മക്കൾക്കൊക്കെ നിങ്ങൾ കൊടുത്തോളി. മാ സഅലു, അവർ ചോദിക്കുന്നൊക്കെ കൊടുത്തോളി, ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട്. വേണ്ടാത്തിന് കൊടുക്കണ്ട, നല്ല ചോദിച്ചാൽ അതൊക്കെ കൊടുത്തോളണം. വലാ തകൂനു അഖ്ഫാലൻ അലൈഹിം, മക്കൾ ചോദിച്ചുമ്പോ നല്ല കാര്യം ചോദിച്ചത് എന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും? അവരുടെ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താവരുത്? അവരുടെ മേലില് നിങ്ങൾ പൂട്ടിടരുത്. ഒന്നും കൊടുക്കാതെ തടയാൻ പാടില്ല. വയതമന്നോ മൗത്തക്കും, ഒന്നും കൊടുക്കാതിരുന്ന അവസാനങ്ങൾ മരിച്ചു കിട്ടിയാന്ന് കൊതിക്കുമല്ലേ. വയമുല്ലു മിൻ ഹയാത്തിക്കും, മാത്രമല്ല നിങ്ങളുടെ ജീവൻ തന്നെ അവർക്ക് മടുത്തു പോകും. നിങ്ങൾ ജീവിക്കൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് മുഗീറ തങ്ങൾ പറഞ്ഞത്. അപ്പൊ മക്കളെ സ്നേഹം കിട്ടണം. നല്ല വാരിക്കോരി കൊടുക്കുക എന്നല്ല, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നല്ലതൊന്നും ചെയ്തു കൊടുക്കാതെ എന്ത് ചോദിച്ചാലും കൊടുക്കാതെ വല്ല മനസ്സിട്ട് പൂട്ടിട്ടാല് പിന്നെ അവസാനം ഒരു വാപ്പയോടും ഉമ്മയോടൊക്കെ വെറുപ്പ് തോന്നും. വാപ്പയും മരിച്ചുവെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നും. അങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുത് എന്നർത്ഥം. വകാന അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, അലൈക്കും ബിൽ ഇഖ്വാനി, സഹോദരന്മാരുമാണ് നിങ്ങൾക്ക്, ശ്രദ്ധിച്ചോളി. കാരണം എന്താ? ഇന്നഹും ഇദ്ദത്തുൽ ലിദ്ദുനിയ വൽ ആഖിറത്തി, ദുനിയാവിനും ആഖിറത്തിലുള്ള ഒരുക്കമാണ് ഈ സഹോദരന്മാരെന്ന് പറഞ്ഞു. രണ്ടോടത്തും വേണം. അപ്പൊ രണ്ടോടത്തും സഹോദരന്മാർ വേണം. അതിനോടൊന്ന് ഉണ്ടാക്കിക്കോളി നല്ലൽക്ക്. എന്നിട്ട് പറയുന്ന മഹാൻ, അലാ തസ്മൗന, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇലാ ഖൗലി അഹ്ലിന്നാർ, നരകാവകാശികൾ പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാണീ. എന്താ പോലെ പറയുന്നത്? ഒമാനനാമിൻ ഷാബിഈൻ വലാ സദീഖിൻ ഹമീം, ഇത് രണ്ടും പറയുന്നുണ്ട്. നരകത്ത് കടന്നിട്ട് ഞങ്ങൾക്ക് ശുപാർശകർ ആരുമില്ല, ഞങ്ങളെ കാക്കാൻ പറ്റുന്ന സംരക്ഷിക്കാൻ പറ്റുന്ന കൂട്ടുകാരുമില്ല. ഉണ്ടോ? അവനർത്ഥം എന്താ? ആഖിറത്തിൽ കൂട്ടുകാർ വേണമെന്നല്ലേ. വേണ്ടായിരുന്നെങ്കിൽ വലിയ വാക്ക് പറയില്ലല്ലോ. ഖുർആനിലെ പറഞ്ഞത്, കളവലല്ലോ. ആഖിറത്തിലും ദുനിയാവിലൊക്കെ കൂട്ടുകാർ വേണം, നല്ല നിലക്ക്. മോശമാതൊന്നും പറ്റൂല എന്നർത്ഥം. ഒബിൽ ഹദീസി, ഇനി ഹദീസ് വായിച്ചാൽ അതിൽ കാണാം, മാ അഹദസ അബ്ദുൻ ഇഖാഅൻ ഫില്ലാഹി, അല്ലാഹു തആലാന്റെ മാർഗത്തിലായി ഒരു അടിമ എന്ത് ചെയ്തിട്ടില്ല? ഒരു സഹോദരനെ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല അഹദസ അല്ലാഹു ലഹു ദറജത്തൻ ഫിൽ ജന്ന, സ്വർഗീയ ലോകത്ത് അവന് അല്ലാഹു തആല ഒരു പടി, ഒരു സ്ഥാനം അല്ലാഹ് ഉണ്ടാക്കി വെച്ചിട്ടല്ലാതെ. അപ്പൊ ഓനെന്താണ്? സഹോദര്യത്വം ഇവിടെ ഉണ്ടെങ്കിൽ സ്വർഗത്തിനൊരു സ്ഥാനവനുണ്ട് എന്നർത്ഥം. അപ്പൊ സാഹോദര്യത്തിന് ഇസ്ലാം നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? സഹോദരന്മാർ വേണം. കാനൽ മുഹല്ലബ് ബിൻ അബി സഫറത്ത റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, അസ്സദീഖു അഅസ്സു മിനസ് സൈഫി സ്വാരിബി ഫി യദിഹി, ഒരാളെ കയ്യിൽ നല്ല മൂർച്ചയുള്ള വാളുണ്ട്. ആ മൂർച്ചയുള്ള സാരിമായിരിക്കുന്നൊരു വാള്
അതിനേക്കാൾ ഏറ്റവും വലിയൊരു യോഗ്യതയാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞത്. വാള് ഒരു യോഗ്യതയാണ്, അതിനേക്കാൾ വലിയൊരു യോഗ്യത കൂട്ടുകാർ. പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ ആളുണ്ടാവുമല്ലോ. വഫീ ലഫ്ദിൻ ഫീ കഫിർ റജുലി എന്ന് കാണാം, ഒരാളെ കയ്യിലുള്ള എന്നും റിപ്പോർട്ടുണ്ട്. എന്തായാലും സംഗതി എന്താണ്? സ്വദീഖാണ് ആസ്. ഫഇന്നൽ മവദ്ദത ലാ തഹ്താജു ഇലാ ഖറാബത്തിൻ. കാരണം സ്നേഹം എന്ന് പറയുന്നത് പ്രിയെന്നൊക്കെ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായി വരൂല. വൽ ഖറാബത്തു തഹ്താജുൽ മവദ്ദത്തി. എന്നാ മവദ്ദത്തില് ഖറാബത്താണ് എന്താവുക? ആവശ്യമായി വരിക. സ്നേഹം കിട്ടുന്നത് ഖറാബത്തിന്റെ ആവശ്യ, അല്ല മവദ്ദത്തിന് ഖറാബത്തിലേക്ക് ആവശ്യമൊന്നുമില്ല. ഒമിൻ ഹഖിൽ അഖി അസ്വാദിഖി. എന്നാൽ യഥാർത്ഥ സത്യവാനായൊരു സഹോദരൻ, അവന്റെ ഹക്കിൽപ്പെട്ടതാണ് എന്ത്? അല്ലാ തുഫരിത്ത ഫീ കസിറത്തി സുആലിഹി മിൻ ഹവായിജിഹി. തന്റെ കൂട്ടുകാരന്റെ ആവശ്യങ്ങളിൽ നിന്ന് വല്ലതും ചോദിക്കുമ്പോൾ ആ ചോദ്യം അധികരിപ്പിക്കുന്ന കാര്യത്തിൽ, അപ്പൊ തന്റെ കൂട്ടുകാരന്റെ ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യം അവന് കൂടുതൽ ചോദിക്കുക എന്ന കാര്യത്തിൽ എന്താവരുത്? വീഴ്ച വരുത്തിക്കരുത്, അത് കൂടുതലാക്കുന്നത് പണിയെടുക്കരുത് എന്നർത്ഥം. ഓതഖൂലു, നീ പറയുക, മാ ബൈനി വ ബൈനു ശൈഉം മാലുഹു മാലി വ മാലി മാലുഹു. എന്ന് പറയാ, എന്റെയും അവന്റെ ഇടയിൽ ഒരു പ്രശ്നമല്ല. അവന്റെ സമ്പത്ത് എന്റെ സമ്പത്താണ്, എന്റെ സമ്പത്ത് അവന്റെ സമ്പത്തുമാണ്. അങ്ങനെ ആയിരിക്കണം പറയേണ്ടത്, കൂടുതൽ ചോദിപ്പിക്കാൻ നിൽക്കരുത് എന്നർത്ഥം. ഏതുപോലെ കമാ യഖൂബി കസീറുൽ ജഹലത്തി, വിഡ്ഢികൾ അധിക പേരും അങ്ങനെ സംഭവിക്കുന്നത് പോലെ ഓല് കൂടുതൽ അങ്ങനെ കൊടുക്കൂല, ഒന്നുമില്ല, വെറുതെ ചോദിപ്പിച്ചടങ്ങാറാക്കും, ഒക്കെ പിടിച്ചേക്കും. കാരണം ഇത് മിൻഷനിൽ ബശരി അസുഹ്, ഒരു മനുഷ്യന്റെ കാര്യത്തിൽപ്പെട്ടതാണ് അലച്ച എന്ന് പറയുന്ന സാധനം. വഖൗഫുൽ ഫഖരി, ദാരിദ്ര്യത്തെ ഭയക്കുക. ഇല്ലാമൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴിച്ച്. അള്ളാഹു ഉദ്ദേശിച്ചവർ ദരിദ്രത്തെ പേടിക്കൂല്ല, അലച്ച കാണിക്കൂല്ല, ഒരു കൊടുത്തുകൊണ്ടിരിക്കും. വതഅമ്മൽ, ഒരു ഉദാഹരണമായി തഅമ്മൽ, നീ ചിന്തിച്ചു നോക്കാവിൽ അജലി, ഒരു പശുക്കുട്ടിയില്. അജലി എന്ന് പറഞ്ഞാൽ വലതിൽ ബക്കറത്തിന് അർത്ഥം പശുവിന്റെ കുട്ടീന. ഇതാ അക്തറമി മസി, ബുസ്സിന്നും വായിക്ക ബിസ്സിന്നും വായിക്ക. ഉമ്മിഹിം, ആ പശുവിന്റെ കുട്ടി പശുവിന്റെ അകിടി ചെന്നിട്ടിങ്ങനെ നല്ലോണം എന്താക്കും? മുട്ടും. മുലയീമ്പി കുടിക്കാൻ അധികരിപ്പിച്ചാൽ അജ്ഹദഹ, ആ ഉമ്മയുടെ അകിടി ചെന്ന് നല്ലോണം മുട്ടിയിട്ട് അത് കുടിച്ചു ആര്? പശുക്കുട്ടി. എന്നിട്ടാണ് ആലോചിച്ചു, കൈബ തൻതഹു തർഫസഹു, ആ കുട്ടിനെ പശു ചവിട്ടലുണ്ടോ? ആ കുട്ടിനെ പശു കുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. പശു നിന്നു കൊടുക്കുകയാണ്, ഇഷ്ടംപോലെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് പശുക്കുട്ടി. പശുക്കുട്ടി എത്രയോ വിഷമിപ്പിക്കുന്നുണ്ട്, അതിനനുസരിച്ചൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണില്ലേ എന്നതുപോലെ ചോദ്യകർത്താക്കൾ ഇഷ്ടംപോലെ വരും, ഓൽക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ. വഖദ് ഖാല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യഖൂലു, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ലൗലാ മുഹാദസത്തുൽ ഇഖ്വാനി ബി ഹാദിഹി ദാരി, ഈ പ്രപഞ്ചത്തിൽ വെച്ച് സഹോദരന്മാരുമായി പരസ്പരം വർത്തമാനം പറയില്ലായിരുന്നുവെങ്കിൽ, തഹജ്ജുദു ബിൽ അസ്ഹാരി, അർദ്ധരാത്രിയിൽ എണ്ണീറ്റ് തഹജ്ജുസ്കരിക്കലും ഇല്ലായിരുന്നുവെങ്കിൽ, മാ അഹബബത്തുൽ ബഖാബിഹ, ഈ പ്രപഞ്ചത്തിൽ തന്നെ താമസിക്കലിനെ അവശേഷിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. അപ്പൊ ജീവിക്കാൻ കൊതിക്കുന്ന ദുന്യാവിൽ എന്താ? സഹോദരന്മാരുണ്ട്, വർത്തമാനം പറയാനൊക്കെ, തഹജ്ജുസ്കരിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത്രത്തോളം പുണ്യമുണ്ടെന്നാണ് മഹാന്റെ മൊഴി. സുഫിയാനി സൗരി റഹ്മഹുല്ലാഹു തആല യഖൂൽ, എന്നാ സുഫിയാനി സൗരി റഹ്മഹുല്ലാഹു തആല തങ്ങൾ പറയുന്നു, ലാ തുസായി ബിസ്സഫരി മൻ ഹുവ ഔസോ മിൻക ബിദ്ദുനിയാന. യാത്രക്ക് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പൈസക്കാരുടെ കൂടെ പോയാൽ നമുക്കല്ല സുഖാണ്. ഇവിടെ ഓല വാലാട്ടി അടിപോയി നമ്മൾ നടക്കണ്ടേ? യാത്ര പോകാൻ വേണ്ടി വരുമ്പോ ഓർക്ക് വണ്ടി ഉണ്ട്, കാറും ഉണ്ട്, നമുക്കവിടെ ഒന്നുമില്ല. പൈസ അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. എന്നാ നോക്കൂ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ മഹാൻ പറയുന്നത്, ഈ യാത്രയിൽ നിന്നേക്കാളും ദുനിയാവ് കൊണ്ട് വിശാലമായ ആളുണ്ടെങ്കിൽ, എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരാളുണ്ടെങ്കിൽ, അത്തരം ഒരാളെ തൊട്ട് നീ എന്താവരുത് യാത്രയെ സാവസിക്കണ്ടാന്ന്.
അത്തരം ഒരാളുകളുമായി നീ സാഹസിക്കണ്ട. എന്താ സാഹസിക്കാതിരിക്കാൻ കാരണം? ഫൈന്നക്കൈൻ സാവൈത്തുഹു, നീ എന്താണെന്നറിയാമോ, അദ്ദേഹത്തിനോട് നീ സമമായി വരികയാണെങ്കിൽ അലറബി ഹാലിക്ക, അദ്ദേഹത്തിന് നിന്റെ അവസ്ഥ കൊണ്ട് എന്തുണ്ടാകും? വിഷമുണ്ടായിത്തീരും. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നീ ഒഴിഞ്ഞിക്ക നല്ലത്. നീ നഖസ്ത അൻഹു, നിന്നെ തൊട്ട് അല്ല അദ്ദേഹത്തെ തൊട്ട് നീ താഴ്ന്ന പടിയാന്ന് വെച്ചോ, സമത്തിലാണെങ്കിൽ പ്രശ്നം ഒന്നും കഴിയൂലല്ലോ. ഇനെന്താണ് താഴ്ന്ന പടിയിലാന്ന് എങ്കിലോ പണമൊന്നുമില്ല, വളരെ ചുരുക്കാണ്. എന്നാ ഇസ്തതല്ലക്ക ബൈനന്നാസി, അവൻ ജനങ്ങൾക്കിടയിൽ നിന്നെ നിന്ദനാക്കാൻ വേണ്ടി നോക്കും. അപ്പോ സമ്പന്നന്മാരുടെ കൂടെ പോയാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും. ആവശ്യം വരുമ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തന്നോളുന്നില്ല, അവന് ഇഷ്ടമായി തരും, ഇല്ലെങ്കിൽ പരിഹസിക്കല് കളിയാക്കും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരം ആളുകളുമായി യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കുക. കാന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഇദാ സ്വാദഖത ഗനിയൻ, നീ ഒരു സമ്പന്നനുമായി കൂട്ടുകാരനായി മാറിയാൽ ഫഹദർ മിൻ സുആലിഹി, എന്നാ പിന്നെ ആ സമ്പന്നനോട് നീ ചോദിക്കുന്ന കാര്യം ഭയപ്പെടണം. അപ്പോ ഇൻ ത്വലബുത്ത, നീ ചോദിക്കുകയാണെങ്കിൽ എന്താകും? ഹഫിള മഖാമക ഇന്ദഹു, അപ്പൊ നീ അദ്ദേഹത്തിനോട് നീ ചോദിച്ചു വരികയാണ് എങ്കിൽ എന്താണെന്നറിയാമോ, നീ തേടുകയാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നീ പേടിക്കണം. എന്ത്? ഹിഫുള്ള മഖാമിക ഇന്ദഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്റെ സ്ഥാനം എന്താണ്, ആ സ്ഥാനത്തിന് സൂക്ഷിക്കുന്ന കാര്യം നീ എന്താക്കിക്കോ, നല്ലോണം പേടിച്ച് ജീവിച്ചോ. കാരണം ഫഇന്നൽ മസ്അലത ഗദൂഹും വി വജ്ഹി സായിരി, ചോദിക്കുന്ന ആളുടെ മുഖത്തൊരു കലയായിട്ട് അതിന് വിഷമമായിട്ട് എന്തായിത്തീരും, ആ ചോദ്യമുണ്ടായി മാറും. അപ്പൊ അതുകൊണ്ട് നീ ചോദിക്കാൻ നിൽക്കണ്ട, പ്രയാസപ്പെടും. വമൻ റദ്ദ മാ ഉഅ്തിയലഹു, ഇനി അവന് നൽകപ്പെട്ടതായിരിക്കുന്ന ഒന്നവൻ തിരിച്ചു തന്നാലോ, എന്നാ പിന്നെന്താവും? കബറ ബി ഖൽബിൽ മുഅ്തി ഖൈറൻ അലൈഹി, അപ്പൊ കൊടുത്ത ആളുടെ മനസ്സിൽ എന്തായിരിക്കും? അവനൊരു വലിയൊരാളായിട്ട് കരുതും. അങ്ങനെ അവന്റെ മേലെന്താവും? കെയർ ചെയ്യാന്നുള്ളതായി മാറും, അടിച്ചമർത്തല്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സമ്പന്നന്മാരുമായി കൂട്ടുകൂടുമ്പോ വരും. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് പോയാൽ മതി എന്നർത്ഥം. വഖദ് കാന മുഹല്ലബ് ബിൻ അബി സഫറ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, യംബഇൽ ആഖിലി അൻ യജ്തനിബ മുആഖാത സലാസത്തിൻ, മൂന്ന് പേരുമായി സഹവാസവും കൂട്ടുകൂടലും സഹോദരന്മാരും ആക്കലിനെ ദൂരീകരിക്കണം. അങ്ങനെ ദൂരീകരിക്കുക എന്നുള്ള ബുദ്ധിമാൻ അത്യാവശ്യമാണ്. ആരാ ഒരാൾ? അല്ല നമുക്ക് പമ്പര വിഡ്യ, ഒൽ കദ്ദാബ് രണ്ട് നുണയനാണ്, ഒൽ ഫാജിറു തമ്മാടി ചെയ്തവന് മൂന്നാമത്തെ ആള്.